നമ്മൾ പല്ല് തേക്കാൻ രാവിലെ നീക്കുമ്പോ തന്നെ നമ്മൾ അയൽവാസികളും കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ സോംബീസ് ആയാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് അവരൊക്കെ തടയാനും വേണ്ടി നമുക്ക് തന്നത് വെറും പിച്ചാത്തി കത്തി. സോ ഗൈസ് വെൽക്കം ടു സറൗണ്ടഡ്. അതായത് നമ്മൾ ഇന്ന് സോംബി വേൾഡിൽ ഒറ്റപ്പെട്ട് കിടക്കാണ്. ഇതൊക്കെ കണ്ടില്ലളിയാ, ഈ ഹെലികോപ്റ്റർ ഒക്കെ സോംബീസ് നശിപ്പിച്ചാണ് നിങ്ങൾ വിശ്വസിച്ചോ? പക്ഷെ വിശ്വസിക്കണം അളിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണേ, ഇങ്ങോട്ട് കണ്ടോ, മുഖത്തോട് മുഖം വരെ നോക്കൂല, അത്ര പ്രശ്നമാണ് ഇവിടെ. സോ നമ്മളെ കയ്യിൽ ഈ പിച്ചാത്തി കത്തി മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതി നിൽക്കണ്ട. പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സോംബീസിനെയൊക്കെ നമുക്ക് തടയാനും വേണ്ടി നമുക്ക് കുറെ റിസോഴ്സിന്റെ ആവശ്യമുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോക്കാം. നോക്ക് അത് കണ്ടോ, അതൊക്കെയാണ് സോംബീസ്. അതായത് അവനൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പൊ നമ്മൾ നൈസില് അവൻ ഈ കത്തി വെച്ച് കുത്തി കൊല്ലൊക്കെ വേണം. അതൊക്കെ നമ്മൾ കണ്ടു ഇതിന്റെ അതെന്തത് LED ബൾബ് തലമ്മേ ഇവിടെ വാ. അപ്പൊ ഇവനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവൻ ഈ കത്തി കൊണ്ട് അടുക്കണം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അയ്യോ രണ്ടാൾക്കാർ ഓടിക്കോ. ഇവിടെ തുടക്കം തന്നെ തകണ കല്യാണപ്പേര് ഇതിന് ചെന്ന മാതിരി എല്ലാരും നോക്കിക്കണേ. പിന്നെ അതേപോലെ ഇതിത്തെ സോംബീസിനൊക്കെ ഓരോ പേരാണല്ലോ. ഇതുണ്ടോ ഇവന്റെ പേര് അണ്ടന്റ് ഷാംബ്ലർ, അങ്ങനെ എന്തോ അണ്ടന്റ് ഷാംബ്ലർ. അപ്പൊ ഇവൻ ചാകൂല എന്നൊക്കെയാണ് പറയണത്. ഞാൻ നോക്കിയാ നമുക്ക് ഓക്കേ അങ്ങനെ ഒരാളൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറ്റിയത്? വൈകിട്ട് മാറി കിടക്കണോക്ക. നമുക്ക് ഇവനെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവരൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവര് ബാഗിന്റെ ഉള്ളത്തെ സംഭവങ്ങളാണ് ഈ കാണുന്നത്. ലോക്ക് പിക്കും കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരു പ്ലാസ്റ്റിക്കും കുപ്പിയും. അയ്യേ ഇവന്റെ അടുത്തൊന്നൊന്നുമില്ലടാ. ഇവനല്ല നമുക്ക് കൊല്ലേണ്ടത്, അടുത്ത ആളൊക്കെ നോക്കാം. ഇതേപോലെയാണ് നമ്മൾ റിസോഴ്സ് ഒക്കെ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, തലക്കെട്ട് പഠിക്കുമ്പോ ഇവര് പെട്ടെന്ന് ചാകണുണ്ട്. ഇവന്റെ അടുത്ത് എന്തല്ലത്? പോളിയോ. ഇവന്റെ അടുത്ത് ആമോ ഒക്കെ ഉണ്ട്. ഓക്കെ, ആമോ എന്തായാലും നമുക്ക് എടുത്തു വെക്കാം. പക്ഷേ നമുക്ക് ആമോ നമ്മുടെ അടുത്ത് ഗണ്ണില്ലല്ലോ. ഓക്കെ ഫസ്റ്റ് തന്നെ ഗൈസ് നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഫോർച്യൂണർ ഒക്കെ ഓട്ടോമൊബൈൽ റിപ്പയർ ഷോപ്പ്. ഓക്കെ, നമ്മൾ അവിടെ ആയിട്ടാണ് എത്തിപ്പെട്ടത്. ഇതിൽ ഈ സ്ഥലം മാത്രമല്ല കേട്ടോ ഗൈസ്, കുറെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് സെർച്ച് ചെയ്യണം. എന്റെ മോനെ എടോ, ഇതിലൊക്കെ ഉള്ള സാധനങ്ങൾ കണ്ടോ. നമുക്ക് ഇവിടെ കുപ്പായം വരെ ഉണ്ട്. ഓക്കെ, കുപ്പായം എടുത്ത് കണ്ട് തീക്കിടാ. നമുക്ക് ടെന്റ് ഒക്കെ ഉണ്ട് ഉറങ്ങാനും വേണ്ടി. പക്ഷെ നമ്മുടെ അടുത്ത് അതിനുള്ള സ്പേസ് ഇല്ല. ഇവിടെ നമുക്ക് എന്തായാലും സ്ലീപ്പിംഗ് ബാഗ് ഒന്ന് എടുക്കാം. ചിലപ്പോ നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അത് വേണ്ടി വരും. ഓക്കെ എടാ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിലുണ്ട് ഗൈസ്. ഇപ്പൊ കണ്ടോ, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിപ്പോ സുന്ദര കുട്ടൻ ഇത്ര നേരം കീരിക്കാടൻ ജ്യൂസ് ചെയ്യുന്നു. ഇതാരെ എന്നെ പുയു. ഇവരൊക്കെ സോംബിയാണോ? ഓ, ഇത് അണ്ടന്റ് ക്ലൗണിൽ അങ്ങനത്തെ എന്തോ സംഭവം. എടാ ഇവൻ നമ്മളടിക്കടാ. ഇതിന് ഞാൻ എങ്ങനെ അടിക്കേണ്ടത്? ചാകടാ. ഓ ഇത് കുറച്ച് ഡേഞ്ചർ ആട്ടോ. ഇവന്റെ അടുത്തൊക്കെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ബാഗ് വേണം. നമ്മുടെ അടുത്ത് ബാഗ് ഇല്ല. സോ ഫസ്റ്റ് നമ്മൾ മെയിൻ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഇതിന്റെ ഉള്ളിൽ ബാഗ് ഉണ്ടോ നോക്കലാണ്. ലെറ്റ്സ് ഗോ. എല്ലാ സ്ഥലത്തും ബാഗ് ഉണ്ടോ നോക്കാം. എടാ ഇതൊക്കെ ഇങ്ങനെ തപ്പണല്ലേ. ഓക്കെ, ഡ്രസ് ഉണ്ട് ഇതില്. ഓക്കെ, പാന്റ് ഒന്ന് മാറ്റിയിടാ. ഓ ഇപ്പൊ നമ്മള് സുന്ദര കുട്ടപ്പനായി മച്ചനെ തോപ്പിയൊക്കെ ഇട്ടിട്ട്. ഓ ഇവിടുന്ന് പൈസ അങ്ങനെ എന്തൊക്കെ കിട്ടും തോന്നണേ. നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് സെർച്ച് ചെയ്തു. ഡെസ്കിൽ എന്തൊക്കെയുള്ളത്? ഡെസ്കിൽ നിൽക്കുന്ന പാന്റും കുപ്പായൊക്കെ എന്തിന്റെ ആവശ്യത്തിന്? ഓക്കെ, പൈസ ഉണ്ട്. പൈസ നമുക്ക് ആവശ്യം വരും തോന്നണേ. പിന്നെ ഈ ശരിക്കും ഇതിൽ എന്തൊക്കെ വേണ്ടതെന്നൊന്നും എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് നമുക്ക് എന്തായാലും ബാഗ് വേണമെന്നില്ല അറിയാം. ആക്സറാ, ഇത് നമുക്ക് എക്യൂപ്പ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കി നോക്കാം. ആക്സ് നമുക്ക് എക്യൂപ്പ് ചെയ്യാൻ പറ്റുമോ? എന്റെ മോനെ, ഇനി ഒരു സോംബീസ് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. ഓക്കെ നമുക്ക് ഇനി എന്തായാലും ഈ ഭാഗത്തേക്ക് പോയോക്കാം. പക്ഷേ ഇവിടേക്ക് സോംബീസ് ഉണ്ട്. അത് വെച്ച് മെല്ലെ വേണം നമ്മൾ നോക്കിയിട്ട് പോകണേ. കണ്ടില്ലേ, അവിടെ കഴിഞ്ഞു പോണ സോംബീസാ. നമുക്ക് ഓന്റെ മണ്ടക്ക് പോയി ഒരു കുത്തുത്തിയാലോ? വാ എന്റെ കയ്യിലൊരു തുപ്പുണ്ട്. എടാ ചില സോംബീസിന് ഭയങ്കര സ്ലോ ആണ്. കണ്ടോ, ഒറ്റയടിക്കന്നെ അവൻ ചത്തും ചെയ്തു. ചില സോംബീസ് ഭയങ്കര സ്ലോ ആണ്. അതേപോലെ നല്ല സ്പീഡില് സോംബീസ് ഉണ്ടാകും. പക്ഷെ ഇവിടുന്ന് ഒരു സൗണ്ട് ഇട്ടല്ലോ. ആരുടെ സൗണ്ട് ഉണ്ടാക്കേ? എടാ അവിടെ എന്തോ ഉണ്ടല്ലോ. അതെന്താ? ഓ ഇതാരാ? സോംബീസ് തമ്മിൽ അടിയാ? ഇതെന്താ? ഓ ചെന്നായികൾ തമ്മിൽ അടിയാണ്. ഓക്കെ നമുക്കും കൂടാ. ഇങ്ങോട്ട് വോൾഫടാ, പാവപ്പെട്ട വോൾഫാള്. ചാകട. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ ഡെഡ് വോൾഫിന്ന് എന്താ കിട്ടുക? അയ്യേ, ഓ മീറ്റ് ഒക്കെ കിട്ടൂലേ. ഓ അതേപോലെ നമുക്ക് പുതിയ പാന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാലേ പാന്റിന്റെ ഉള്ളിൽ സാധനങ്ങൾ ഇടാൻ പറ്റും. നമുക്ക് ഈ ഫുഡ് ഐറ്റംസും സംഭവങ്ങളൊക്കെ. ഈ ഗെയിം കൊള്ളാലോ ഗൈസ്. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇത് കളിക്കണതൊക്കെ. അയ്യോ, ഓ ഇംഗ്ലീഷ് റേഡിയേഷൻ ലെവല്. അതായത് ഈ സോംബീസ് ഒക്കെ നിറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയയിൽ റേഡിയേഷൻ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൊറോണ വൈറസ് പോലത്തെ സംഭവങ്ങളെ. അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോകാൻ പാടില്ല. അയ്യോ ചെന്നായോ. അടിക്കേ അങ്ങോട്ട് മാറി നിക്കട കുതിരെ. ഒറ്റയടിക്കുമ്പോ ചത്തോ? ഇല്ലടാ, ചത്തില്ലടാ. എടാ ഇവനെന്താ ചാകാത്തത്? ഓ നല്ല പവറാട്ടോ. ഓക്കെ, ഇവന്റെ അടുത്തൊന്നുമില്ല. നമുക്ക് ഈ ഏരിയക്കല്ല പോണ്ടത്. നമുക്ക് ഇനിയും കുറെ റിസോഴ്സ് ഇല്ല ഏരിയക്ക് പോയോക്കാം. ലെറ്റ്സ് ഗോ. അതിന്റെ മുന്നേ ഈ പോണ വൈക്കൊക്കെ ഇതാക്കണ് പത്രടലാര് പോലെതാ സോംബീസ്. വിടുപടാ.
എടാ ഈ മണ്ടന്മാർക്ക് സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നന്നായിട്ടോ. ഓക്കെ ഗൈസ്, അവിടെ ഒരു വീട് കണ്ടിട്ട് അവിടെ പോയിട്ട് എന്താ ഉള്ളത് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. അതിന് മുന്നേ ഗൈസ്, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും കമന്റും ചെയ്യണം കേട്ടോ. നമുക്ക് ഇതിന്റെ സീരീസ് തുടങ്ങാനുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മള് ലോൺ ഫാർമർ ഹൗസോ അല്ല ഫാർം ഹൗസ്. ഓക്കെ, ഇവിടെ നമുക്ക് ലോക്കൊക്കെ നമുക്ക് കുത്തി തുറക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. ഇതെങ്ങനെ ഇപ്പൊ കുത്തി തുറക്കല് പഠിച്ചോനെ? എന്തോ കാട്ടുന്നുണ്ട്, എനിക്കറിയില്ല. അത് പൊട്ടി. എടാ ഒന്നും നടന്നില്ലടാ. എടാ ലോക്ക് പീക്ക് പൊട്ടിയടാ. തേങ്ങ. നമുക്ക് ഫസ്റ്റ് ബാഗ് വേണ്ടിയടാ. ബാഗ് ഇവിടെ ഒന്നുമില്ല. ഫിഷിംഗ് റോഡ് അടക്കം ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ സെറ്റ് ആക്കാൻ പറ്റുമോ? ലെറ്റ്സ് ഗോ ഗൈസ്. അത് പറ്റും. ഒരു ജ്യൂസും കിട്ടിയിട്ടുണ്ട്. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അത്രേ ഉള്ളൂ. എടാ നമ്മൾ പോണ സ്ഥലത്ത് നമുക്ക് ബാഗ് പോലും കിട്ടണില്ല കേട്ടോ. ബാഗ് ഇല്ലെങ്കിൽ ആകെ ചടങ്ങാവുന്ന എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വന്നു തൊട്ടേ നമുക്ക് ബാഗില്ല. സ്കൂളിൽ പോകാൻ ബാഗ് വേണ്ടേ? നമ്മളൊക്കെ കണ്ടിട്ടില്ലേ 10-20 വിഷയങ്ങളാണ് നമ്മളൊക്കെ നമ്മളെ ബാഗിൽ കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടു ചെന്നാലോ ടീച്ചർ വരുന്നത് ആകെ 4 എണ്ണം. എന്നിട്ട് ആ 10-20 ബുക്കും ചുമന്നിട്ട് നമ്മൾ ഇങ്ങനെ പോകും. അത് പറഞ്ഞപ്പോളാ ഗൈസ്, നിങ്ങളൊക്കെ സ്കൂൾക്ക് നടന്നാണോ ബസ്സിലാണോ പോണത് എന്ന് എന്തായാലും കമന്റ് ചെയ്യണം. കാരണം എന്തിനാന്ന് വെച്ചാല് ഞങ്ങളൊക്കെ ബസ്സില് ഇവതൊക്കെ അയഞ്ഞു വരുന്നേ. ഞങ്ങളൊക്കെ നടന്നു പോകുമ്പോ ബസ്സിൽ അയഞ്ഞ് ഇങ്ങോട്ട് മാറി നിക്കണ വല്യപ്പ ഒറ്റ അടിയിട്ടപ്പോ തന്നെ അയാളെ തല കറങ്ങിക്കണേ. നിങ്ങളടുത്ത് എന്തല്ലത് ഓക്കെ ക്രോബാർ ഉണ്ട്. ക്രോബാർ കൊണ്ടൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? അതേപോലെ നമുക്ക് ഫോൺ കൊണ്ട് എന്തായാലും നമുക്ക് ആവശ്യം എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ. എന്തായാലും ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പോകും തോറും ഓരോ സംഭവങ്ങൾ പൊടിച്ചു ചെല്ല. മനസ്സിലായില്ലേ? നമുക്ക് ഇതിൽ ബേസ് ഒക്കെ ഉണ്ടാക്കണം. യോ ബ്രോ, പൈസ അളിയ പൈസ. ഓക്കെ, പൈസ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ആണി സംഭവങ്ങളൊക്കെ ഉണ്ട്. എടാ ഇതല്ല നമുക്കിപ്പോ ആദ്യം വേണ്ടിയത് ബാഗാണ്. ഓക്കെ, വീണ്ടും കിട്ടിയ പൈസ. ഗൈസ്, നമുക്ക് ഈ പൈസ കൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചാല് ഈ പൈസ വെച്ച് ഓരോ ട്രേഡേഴ്സ് വരും. അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ ഇതാരുടെ തലമ മുള്ളില്ല മനസ്സം. അടിക്കലേ ഇവൻ നമുക്ക് അടിച്ചു കൊല്ലണം എന്നാ തോന്നുന്നത്. ഇവൻ നമ്മളെ അടിക്കൂടാ. ഓക്കെ ഇവന്റെ അടുത്ത് എന്തല്ലത്? ഇവരുടെ അടുത്തൊക്കെ പൈസ ഉണ്ടല്ലോ സോമിന്റെ അടുത്ത്. നമുക്ക് ഇത് വെച്ചാണ് നമുക്ക് ബാഗ് വാങ്ങാൻ പറ്റുമോ? ഇതേതാ ചേച്ചി? ചേച്ചി മാറിക്കണേ. എടാ സോംബീസ് ഒരാളും ഇന്നെ തല്ലിയിട്ടില്ലോ എന്നാണ്. പക്ഷെ എന്റെ ലൈഫ് എങ്ങനെ 75 അതെങ്ങനെ എനിക്കറിയില്ല. ഓക്കെ, ഇവരുടെ അടുത്തൊന്നും ഒന്നുമില്ലടാ. നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് സെർച്ച് ചെയ്യണം എന്നാ തോന്നണേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്ന് പോയേക്കാം. ഇവിടെ അടുത്ത് തന്നെ വലിയൊരു വീട് കണ്ടിട്ടുണ്ട്. ഓളിയാ, ഇത് വലിയ വീടൊന്നുമല്ല. ഇത് ഏതോ ഇത് നമ്മൾ വന്ന സ്ഥലല്ലേ? ആണല്ലോ. എടാ ഇത് നമ്മൾ വന്ന സ്ഥലല്ലേ? തേങ്ങ. ക്രാഫ്റ്റിംഗ് വർക്ക് ബെഞ്ച്. നമുക്ക് വർക്ക് ബെഞ്ച് ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് നമുക്ക് ഇത്ര എക്യുപ്മെന്റ്സും വേണം. മരത്തടിയും ക്രാപ്പും മെറ്റലും നെയിലൊക്കെ. ഓക്കെ, ഇപ്പോഴാ എനിക്കൊരു മനസ്സിലായത്. പിന്നെ അത് മാത്രല്ലേ ഗൈസ്, നമുക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലവും കണ്ടുപിടിച്ചണം. ആക്കണേ ഒരു ചേച്ചിയൊക്കെ അവിടെ നിൽക്കണേ. വല്ലേ എവിടെ നിക്കണോ മാങ്ങ മാറിക്കടാ. എനിക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചണം. ഓക്കെ, എടാ ഇവിടെ അടുത്ത് ബേസ് ഉണ്ടാക്കാൻ നാട് റോഡിലൊന്നും ബേസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് പോണ വൈക്കുള്ള സോംബീസിനൊക്കെ നമ്മൾ അരച്ചു കൂട്ടി വാങ്ങേണ്ടി വരും. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് ഈ മാപ്പ് ഉണ്ട് ഇതില്ലേ. ഓ ബ്രദർ, ഇത്ര വലിയ മാപ്പ് ഉണ്ടിനോ ഇതിൽ? നമ്മളിപ്പോ എവിടെ പഠിച്ചോനെ? ഈജിയാണല്ലോ. നമ്മളിതിൽ എവിടെയെന്ന് എങ്ങനെ അറിയാ പഠിച്ചോനെ? എല്ലാവർക്കറിയാം. ഏതോ ഒരു ചങ്ങ ഇവിടെ വരുന്നുണ്ട്. വല്ലിപ്പ മാറിക്ക് വല്ലിപ്പ. വയസ്സാം കാലത്ത് സോംബി ജനിച്ചു ചെയ്തിട്ട് ഇന്റെ അടുത്ത് വരും തൊള്ളിയും പൊളിച്ച്. ലെറ്റ്സ് ഗോ. എനിക്ക് തോന്നണതില്ലേ ഈ മാപ്പിൽ നമ്മൾ എവിടെയെന്ന് കാണിച്ചില്ല. നമ്മൾ തന്നെ തപ്പണം നമ്മൾ എവിടെയെന്നുള്ളത്. ഓക്കെ, എല്ലായിടത്തും പൈസ. അയ്യോ ഡ്രോപ്പ് ചെയ്തടാ പൈസ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഭാഗത്തായിട്ട് നമുക്ക് നമ്മളെ ക്യാമ്പ് സെറ്റ് ആക്കാം. മനസ്സിലായില്ലേ? അതിന് നമുക്ക് വുഡ് വേണ്ടി വരുമോ? വുഡൊക്കെ എങ്ങനെ എടുക്കലാവല്ലേ? നോക്ക്, ഇങ്ങനെ തന്നെ ഫുഡ് എടുക്കേണ്ടത്. എന്റെ മോനെ മരം പൊട്ടിയോന്. ഇവിടെ ഇങ്ങനെ തന്നെ കൊള്ളാലോ കളി ഇത്. അയ്യോ മരം കിട്ട് പറ്റിക്കല്ലേ. അയ്യേ പറ്റിച്ച നമ്മളെ. എടാ ഈ മരല്ലേ കളക്ട് ചെയ്യേണ്ടത്. എടാ പെട്ടമ്മള് പറ്റിച്ച നമ്മളെ. ഓക്കെ ഇവിടെ ഒരു മാക്സ് ഇട്ട മുത്ത് ഇരിക്കണ്ടേ. അവളെ പോയി കിട്ടി അടിച്ചാണ്ട് നമുക്ക് ഇവളടുത്തും കൂടി എന്താ ഉള്ളത് നോക്കാം. തല്ലാൻ പാടില്ല മറിക്ക്. അത്രേ ഉള്ളു മച്ചാനെ. എടാ ഇതിന് നല്ല ഡാമേജ് ഉണ്ട് കേട്ടോ. എടാ ആമൊക്കെയാണ് ഇവളടുത്ത് ഉള്ളത്. നമുക്ക് വേണ്ടതാണെങ്കിൽ വുഡ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് അടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ നോക്കിയൊക്കെയല്ലോ. ഇല്ല, ഇത് പൊട്ടിക്കാൻ പറ്റൂല. ഓക്കെ ഗൈസ്, നമുക്ക് മരം കിട്ടിയിട്ടുണ്ട്. ഒറ്റവട്ടം വെട്ടിയാൽ തന്നെ മരം കിട്ടും നമ്മളെ ഇൻവെന്ററിക്കല്ലേ. ഓക്കെ നീ കല്ല് പൊട്ടിക്കാൻ പറ്റുമോ? കല്ല് പൊട്ടിക്കാൻ പിക്കാക്സ് തന്നെ വേണം തോന്നണേ. ഓ നോ ബ്രദർ, പണിയായി. നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പോലെ ശരിയാടാ, നമുക്കൊരു ഇൻവെന്ററി എന്തെങ്കിലും ഒക്കെ സംഭവങ്ങൾ വേണ്ടി വരും. ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറി നിക്കടാ കുതിരെ.
അല്ലെങ്കിൽ തന്നെ തൊപ്പിട്ട പൊട്ടൻ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ലോക്ക് പിക്ക് ഉണ്ട്, നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും, അതെന്തായാലും എടുത്തേക്ക. പിന്നെ നമ്മൾ പോണ വഴിക്ക് വണ്ടികളൊക്കെ ഉണ്ട്. ഈ ഗെയിമിൽ വണ്ടികളൊക്കെ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് എന്താ പറഞ്ഞാൽ ഇതിൽ ബേസിക് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എന്തായാലും ഒന്ന് താഴെ കമന്റ് ചെയ്യേണ്ടി കേട്ടോ. നമുക്ക് എന്തായാലും ഇതിന്റെ സീരീസ് തുടങ്ങിയിട്ട് ഒരു മൂവി ആക്കിയാണ് കൊണ്ടുപോകാം. ഭയങ്കര ഉണ്ടാവും. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. എടാ ഈ ബസ്സൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ സൂപ്പർ ആയിരുന്നു. പക്ഷെ ഈ ബസ്സൊക്കെ നോക്കി ഇത് തുരുമ്പൊടിച്ച് നമുക്കല്ല, ഇത് പയതെടുക്കാർക്കും പോലും പറ്റൂല. ഓക്കേ, എടാ ഇത് ഏതാടത്? ഡാഡിഗിരിജേ മുരുകനാണ് സത്യം അളിയാ. വേണ്ട വേണ്ട വേണ്ട, വണ്ടറിംഗ് ട്രേഡർ. ഓക്കെ, ഇവനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോ തോക്കേറ്റ് വെടിക്കും തോന്നണേ. വാട്ട് ആർ യു സെല്ലിങ്? ഓക്കെ, ഇവനോട് എന്തൊക്കെ സെല്ല്? യോ ബ്രദർ, ഇത് നോക്ക്, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവന്റെ അടുത്തുണ്ട്. ഈ ഗെയിം ഉണ്ടാക്കി ഇത് മൊത്തം മാറ്റിയാലോ? ഓ, നമ്മുടെ അടുത്ത് ഇപ്പൊ 227 ഉറുപ്പ്യുണ്ട്. അത് വെച്ച് നമ്മൾ എന്താ വാങ്ങാൻ പറ്റുക? എടാ ബാഗ് വാങ്ങാൻ 300 സംതിങ് ഉറുപ്പ്യാണോടാ. ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാ സംഭവങ്ങളും നടക്കും. ഷോടോ, ഓക്കെ 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 ഓക്കെ, നമുക്ക് കുറച്ചുകൂടി പൈസ കളക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ബാഗ് വാങ്ങാം. മിക്കവാറും ഈ എപ്പിസോഡ് മൊത്തം ബാഗിനേക്കാണ്. ഒരാളിച്ച വാ ഹെഡ് ഷോട്ട്, അടുത്താൾ ഹെഡ് ഷോട്ട് മാറിക്കടി മുത്തേ. ഇവന്റെ അടുത്ത് എന്തല്ലത്? ഓക്കെ, പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 231 ഇവിടുത്തെ എന്തല്ലത്? ഇവിടുത്തെ ഒരു തേങ്ങയില്ല. ഈ പിച്ചക്കാരത്തി പെണ്ണ് വന്തിനപ്പുള്ള പച്ച. ഓക്കെ, ഇതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് ഈ ഷെൽഫിലൊക്കെ തപ്പിയാണ് കൂടുതൽ പൈസ കിട്ടാതെ തോന്നുന്നത്. നോക്കി നോക്കാം. ഓക്കെ, ഷെൽഫിൽ 4 ഉറുപ്പ്യ മാങ്ങാണ്ടി. അതേപോലെ ഫുഡ് കിട്ടിയിട്ടുണ്ട്, അതെന്തായാലും നമുക്ക് എടുക്കാം. ഓ, അതേപോലെ ടോർച്ചൊക്കെ ഉണ്ടടാ. പക്ഷെ അതിന് ഇൻവെന്ററി സ്ഥലമില്ല. ആ കുറുക്കന്റെ മോന്തൊക്കെ ഇവിടെ കൂടുന്ന വെച്ചിരിക്കണ തേങ്ങ. ഇവിടെ മറന്നു പോടാ, കുറുക്കനൊന്നും നമ്മള് എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. വാഷ് ബേസിൽ എന്തല്ലോ നോക്കാം. വാഷ് ബേസിലൊക്കെ ഫുഡ് കൊണ്ടെന്ന് വെച്ചിരിക്കണേ. ഇവനൊക്കെ ഏത് കൂട്ടുകാരനാ? ഓക്കെ, കുറച്ച് വെള്ളം കൂടി കുടിക്കാം. ഡ്രിങ്ക്. ആ, നല്ല ടേസ്റ്റ്. നമ്മൾ ഒരു വട്ടം സെർച്ച് ചെയ്ത സ്ഥലത്ത് പിന്നെ നമ്മൾ സെർച്ച് ചെയ്യാൻ വരുമ്പോ അത്ര ടൈം കിട്ടൂല, മനസ്സിലായോ? അതായത് ഇപ്പൊ ഇവിടെ ഒരു വട്ടം സെർച്ച് ചെയ്തു എന്ന് കൂട്ടിക്കോളി, ഇത്ര ടൈം എടുത്ത് കണ്ട്. എന്റെ അമ്മ, ഇവന്റെ അടുത്തൊക്കെ എത്ര 72 റുപ്യ. ലെറ്റ്സ് ഗോ ഗൈസ്. അയ്യോ, 300 ആയില്ല. ശരിയടാ, ഇനിയും ആണെന്ന് തോന്നുന്നു ബാഗിന്. വെയിറ്റ്, നമുക്ക് കുറച്ചുകൂടി ഒന്ന് തപ്പി വെക്കാം. എന്നാ ബാഗിനുള്ള സംഭവങ്ങൾ കിട്ടും. ഇതിന്റെ ഉള്ളിലൊക്കെടാ, ഇതൊക്കെ പണ്ട് ആരോ ട്രിപ്പ് പോകാനൊക്കെ വെച്ചതാ. കണ്ടോ, ഡ്രസ്സ് എടുക്കണ്ട്. കണ്ണാടെടുത്തിട അല്ലേ? എന്തായാലും നിന്നോട്ടെ. ടൂറ് പോകാനും വേണ്ടി ഇറങ്ങിയതാണ്. സോംബിനെ കണ്ടിട്ട് കണ്ടം പിടിച്ച് പാഞ്ഞ ചെങ്ങായിമാര്. ഓക്കെ, പൈസ. ലെറ്റ്സ് ഗോ ഗൈസ്. 350 ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയി ട്രേഡറെ കാണുക, ബാഗ് വാങ്ങുക, എന്നിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കുക. ലെറ്റ്സ് ഗോ. പക്ഷെ അതിന്റെ മുന്നേ രാത്രി കഥ തന്നാ മതി. ട്രേഡറെ അളിയാ, ട്രേഡറൊക്കെ നമ്മളടുത്ത് പൈസ ആകണിന്റെ മുന്നേ പോയോ? ട്രേഡർ ഇവിടെ എവിടെയല്ലേ ഇനി അവനെ കണ്ടിരുന്നത്? മച്ചാനെ, പൈസ ടിപ്പത്തിന് ഇപ്പം കണ്ടം പിടിച്ചിടാ. എടാ, നമ്മളെ ദിവസം ഒന്ന് സൂപ്പർ ആണല്ലോ. എടാ ഡാഡിഗിരിജ, എത്രയും തന്നെ തരീണതെന്ന് അറിയോ? എന്ത് മാങ്ങ തൊലി അല്ല പിന്നെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് നോക്കാം. ബാക്ക് പാക്ക് 675 റയർ വരെ സാധനം ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് വാങ്ങേണ്ടതില്ലേ. പക്ഷെ ഇത് എങ്ങനെയാണ് എടുക്കുക? ഓക്കെ, ഇങ്ങനെ വലിച്ചിടല്ലേ. ഓ, പൈസ പോവുകയും ചെയ്തു. ഓക്കെ, അതേപോലെ നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ നമുക്കും പൈസ കിട്ടും തോന്നണേ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? ഓ, $10. ഇതെന്തോ സംഭവം കിട്ടി, എനിക്കറിയില്ല. എന്തായാലും ഇതും കൊടുത്തു നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 50. ഓ, അങ്ങനെ പറ്റൂടാ, നമുക്ക് പൈസ കിട്ടും ഇവനക്ക് കൊടുക്കണതിനനുസരിച്ച്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ട്രേഡർ നമുക്ക് നല്ല മെച്ചപ്പെട്ട പരിപാടിയുള്ള ആളാണല്ലേ. അത് പൊളിച്ചു മച്ചാനെ. നമുക്ക് എന്തായാലും അല്ലേ ഇന്ന് ഇവിടെ കുറച്ച് ബേസ് സെറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് പിക്കാക്സ് ആണ്. ഇനി അടുത്ത് പിക്കാക്സിനും വേണ്ടി ഞാൻ ഒരു കൊല്ലം ഈ പെര മൊത്തം നാട് മൊത്തം നടക്കേണ്ടി വരും. ഇനി സത്യം പറഞ്ഞാൽ നമ്മൾ പിക്കാക്സ് കണ്ടുപിടിച്ചതാണ് ഇതിന്റെ മുന്നേ ഒരു സ്ഥലത്തുനിന്ന്. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവനെ വന്നിട്ട് ഇതെന്താടാ അവന്റെ തലമൊക്കെ, ഇത് നമുക്കാക്കാൻ പറ്റും മുടിയൊക്കെ. മാറി നിൽക്കും മച്ചാനെ. ഈ ദാരിദ്ര്യം പിടിച്ച ഓരോ സോംബീസ്. ഓ എന്റെ മോനെ, ആരടാ മുന്നിൽ നിൽക്കണേ? മമ്മിയോ? അയ്യോ എടാ, ഇതില് മമ്മിയോ? ഇവനെന്താ സ്പീഡ്? എന്റെ മോനെ, ഇത്രയും നേരം കണ്ട സോംബീസ് അല്ലത്. ആ സോംബിക്ക് നല്ല സ്പീഡ് കൂടി. ഓ ബ്രദർ, അപ്പൊ ഇതില് സിമ്പിൾ സോംബീസ് മാത്രല്ല, നമ്മൾ കരുതാത്ത സോംബീസും കൂടി ഉണ്ട്. അതായത് ഈ അസർപ്പിനെ പോലത്തെ പെട്ടെന്ന് വരുന്നത്. ഓക്കെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു വീടുണ്ടോ? ഓ ഉണ്ട്. അവിടെ അടുത്തായിട്ട് ഒരു വീടുണ്ട്, അങ്ങോട്ടൊന്ന് പോയേക്കാം. പക്ഷേ ഗൈസ്, ഇഷ്യൂ എന്താ വരണേന്ന് വെച്ചാല് രാത്രി ആകാനായിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാല് ഇവിടുത്തെ സോംബീസിനൊക്കെ പവർഫുൾ, കുറച്ചുകൂടി പവർ നല്ലോണം കൂടും. അതായത് നമ്മൾ കരുതിയ പിടിച്ചു നിൽക്കാൻ കഴിയൂല. അതന്നെ ലോൺ കൺട്രി കോട്ടേജ് അവിടെ എത്തിയിട്ടുണ്ടല്ലേ. ഈ മാപ്പിലാണെങ്കിൽ നമ്മൾ എവിടെ നിന്നുള്ളത് കാണിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കേനു. ഓക്കെ, ഇതിലെന്തുള്ളത്? സോഫ ഒക്കെ ഉണ്ടോ അതില്? ഓ, നമ്മളെ ബാഗിൽ ഇപ്പൊ ഇത്ര സാധനങ്ങൾ കൊള്ളൂടാ. ഇത് നോക്ക് എന്റെ മോനെ, ഇനി കളി മാറും കൈസ്. ഓക്കെ, എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കി നോക്കാം. ഓക്കെ, ആർമർ ഉണ്ട്. ആർമർ എന്തായാലും നമുക്കൊന്ന് എടുത്തേക്കാം. അതേപോലെ GPS ഉണ്ട്. GPS ഒക്കെ എന്തിനാ? GPS ഒക്കെ നമുക്ക് ആവശ്യമില്ലെന്നാ തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ GPS യൂസ് ചെയ്ത് നമ്മൾ മാപ്പിൽ നമ്മളെ
കാണാൻ പറ്റുമോ? ഇല്ലടാ, വേറെന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലാവണില്ലല്ലോ പഠിച്ചോനെ ഇതൊന്നും. ഓക്കെ, നമുക്കൊരു മാസ്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ റേഡിയോ ആക്റ്റീവ് പ്രശ്നത്തേക്ക് പോയിട്ടില്ലേനോ? അവിടുന്ന് ഇങ്ങനെ എന്തൊക്കെ സൗണ്ട് കിട്ടി. ഇപ്പൊ നമ്മളെ മൂന്നമ്മ കണ്ടോ, കാക്കച്ചാളം മരിക്കത്ത ആ സാധനം ഇട്ടാണ് നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. അതേപോലെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇതിൽ എടുത്തു വെക്കുക. കാരണം നമുക്ക് ട്രേഡർ വന്നാൽ എല്ലാം അതും കൊടുത്താണ് വിൽക്കാം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ബൈനോക്കുലർ ഒക്കെ ഉണ്ട്, എല്ലാം എടുത്തു വെക്കട്ടെ. ഓക്കെ, ഇവിടുത്തെ ഏകദേശം പറ്റിയിട്ടുണ്ട്. പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഹലോ ടോപ്പേ. ഇല്ല അല്ല, ഇതിന്റെ ഉള്ളിലൊന്നുമില്ല. ഇതൊക്കെയാണ് ഇതിന്റെ രസം. ഇതിന്റെ ലൈറ്റിനിങ് ഒന്ന് നോക്കി. സൂര്യ തകട് ഈ വറകാല അടി കൂടെ ഒക്കെ ഇങ്ങനെ ഉമ്മ വെക്കാൻ പറ്റുന്നേ. ഞാൻ തിരിച്ചും കൊടുത്തു ഉമ്മ. അവിടെ ഗണ്ണൊന്നും കിട്ടിയിട്ടില്ലടാ നമുക്ക് ഇതുവരെയായിട്ടും. ഗണ്ണൊക്കെ കിട്ടിയ അടുത്തിടെ എല്ലാരും ആക്കി നിക്കണ ഒരു കുതിര കാറിന്റെ മുന്നിൽ തന്നെ. ഓക്കെ, നമ്മൾ പുതിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓ ഗ്യാസ് സ്റ്റേഷൻ. ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, കാലിയോ. അതേപോലെ കടക്ക. ഇതൊക്കെ എന്താ ഇവിടെ? ശരിയാണല്ലോ, സോഫയൊക്കെ തകടുന്ന. അയ്യോ ഞാൻ പൂടിച്ചു പോയി. സത്യമായിട്ട് ഇതിന്റെ സൗണ്ട് കേട്ടിട്ട്. ഇതൊക്കെ മദാമ. ഓ മദാമയ്ക്ക് അളിയാ. ഓക്കെ, ഇവിടുത്തെ എന്തല്ലത്? ഇവിടുത്തെ ഒന്നുമില്ല. ഇവിടുത്തെ സോംബീസ്, ഇവിടെ വേറെ ഏതെങ്കിലും സോംബീസ് ഉണ്ടോ? ഓ ഗായ്സ്, ഇതാണ് നമ്മള്. ഈ സെന്ററിലൊന്നല്ല നമ്മളുള്ളത്, നമ്മൾ ഈ തലക്കാണ്. എന്റെ അമ്മേ, നമ്മള് നേരെ റിവേഴ്സ് ആണ് അപ്പൊ പോണ്ടതില്ലേ? എടാ, നമ്മളൊരു മാപ്പിന്റെ തലക്കാണ് ഇത്രയും നേരം കുത്തിർന്നത്. അത് നിങ്ങക്ക് അറിയോ? ഓന്നോ, ഇത്ര നേരം മാപ്പിന്റെ മൂലക്കൂടെ എറുമ്പുക്കള് നടക്കണ മാതിരി ഇങ്ങനെ നടന്നു, അല്ലാതെ ഒന്നും ഉണ്ടായില്ല. ഇത് കൊള്ളട്ടെ. പക്ഷെ എനിക്ക് ഗെയിം ഇഷ്ടായി. അവിടെ രാത്രി ആവല് തുടങ്ങിയടാ. അത് സീനാണ്. രാത്രി കഴിഞ്ഞാൽ ഇവിടുത്തെ സോംബീസിനൊക്കെ ദമ്മ് കൂടും. അങ്ങോട്ട് വാ കുതിര. തൊള്ളിയും പൊളിച്ചാണ്ട് ബാ. മണ്ടക്ക് ഞാൻ 2 കുത്തിരുമ്പോ അത് വാങ്ങിട്ടാണ് പോയിക്കോ. ഓക്കെ, അടുത്ത ആളിപ്പോ വരും. ഇവിടെ വാടാ കുതിര. അയ്യോ, ഇവന്റെ കണ്ണൊക്കെ അങ്ങനെ ബൾബ് എത്തണേ. എടോ രാത്രിയോ? ശരിയാ. ഇവിടേക്ക് കടന്നുറങ്ങാൻ പറ്റുമോ നമുക്ക്? ഓ, ഇവിടെ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ഫയർ, മറ്റേ കത്തിച്ച സാധനം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് കയ്യിൽ വെച്ചോക്കാം. ഓ ഫൈനലി ഗായ്സ്, നമ്മൾ ഏകദേശം ഒരു സിറ്റി പോലത്തെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതായത് മാപ്പിന്റെ മൂലക്കൊന്നും ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്റെ മോനെ ഗായ്സ്, ഇത് നോക്ക്, എത്ര വലിയ സിറ്റി. എന്റെ അളിയാ, ഇന്ന് ഞാൻ ഇവിടെ താക്കിന് പേരിന് ലേറ്റ് എത്തിച്ച് ഇങ്ങോട്ട് വാ തൊള്ളിയൊക്കെ ഒന്നാണ് കൊടുത്തു ബോസ്. ഓക്കെ, സെറ്റ് ആയില്ലേ? അത്രയുള്ളൂ മച്ചാനെ. എന്റെ മോനെ പക്ഷേ ഇവിടേക്ക് നോക്ക്, ആകെ പ്രശ്നമാണ്. അതായത് മൊത്തത്തില് സോംബി പ്രശ്നങ്ങളാ. മനസ്സിലായില്ലേ? ഏതാക്കുന്ന ഒരു വലിയ തൊപ്പിട്ട് വരുന്നേ. പിടി അങ്ങോട്ട് മാറിക്ക്. സോ നമുക്ക് ഈ ഭാഗത്തായിട്ട് ക്യാമ്പ് സെറ്റ് ആക്കാന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ പരിപാടിയാണെങ്കിലും എന്നാലും നമുക്കത് സീനില്ല പരിപാടിയല്ല. ഇങ്ങോട്ട് ബാ, അന്നാരെ ഇവിടെ കുളിച്ചത് എങ്ങോട്ട് മാറിക്ക് പെണ്ണേ. അതായത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ മെച്ചെന്ന് വെച്ചാലില്ലേ, ഇവിടെ മൊത്തം നമുക്ക് കണ്ടോ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ലൂട്ട് കിട്ടും. സോ നമുക്ക് ഇവിടുന്ന് തന്നെ പരിപാടി തുടങ്ങാം. ഇവിടെ എന്തൊക്കെ സൗണ്ട് കേൾക്കണ്ട. അല്ല, ഇതൊക്കെ ഇവിടുന്ന് വരുന്ന നീച്ചു വരുന്നത് സ്കൂൾ ഇട്ട മാറ്റി മാറിക്ക് വന്നേ. തൊള്ളിന്നൊക്കെ എന്തൊക്കെയോ വരുന്നേ. ഓക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമുക്ക് കിട്ടിയ കുറച്ച് മതില് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെയൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുമോ നോക്കണം. കണ്ടോ, ഇനി ഇങ്ങോട്ട് കണ്ടോ സോംബികള് വരില്ല. പക്ഷെ അപ്പുറത്തൊക്കെ തുറന്ന് കിടക്കണേ. അതൊക്കെ നമ്മൾ ആദ്യം പൊട്ടിച്ച് വെച്ചണം. മനസ്സിലായോ? ഇവിടെ ഒരു മതില് നമുക്ക് സെറ്റ് ആക്കണം. അതേപോലെ ഈ ഭാഗത്തൊരു മതില് സെറ്റ് ആക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ ക്രാഫ്റ്റിംഗിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. കണ്ടോ, വർക്ക് ബെഞ്ച്. ഇതാണ് ഇനി നമുക്ക് സെറ്റ് ആക്കേണ്ടത്. അതിന് കുറച്ച് സംഭവങ്ങൾ വാണേനു. ട്രാപ്പ്, മെറ്റല്, നെയില്. അപ്പൊ ഒഫീഷ്യലി ഗൈസ് ഇവിടെ നമ്മളെ ബേസ്. ഇനി ബേസിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടാ മതി. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മളെ ബേസ് ഇവിടെ തന്നെ സെറ്റ് ആക്കാം. ഓക്കെ, ഇവിടെ ആയിട്ടൊരു ടെന്റ് അടിക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഇവിടെ ടെന്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇവിടെ ബെഡൊക്കെ വെക്കാൻ പറ്റും. ഓ, എത്തിനപ്പോ 2 ബെഡ്. ശരിയാണല്ലോ, ഒരു സ്ഥലത്തല്ലേ നമ്മൾ ഉറങ്ങുള്ളൂ. അതേപോലെ ഇതാണ് മൾട്ടിപ്പിൾ ബെഡാണ്, 2 ആൾക്ക് കിടക്കാൻ പറ്റുന്നത്. ഞാനാണ് സിംഗിൾ ആണ്. ഓക്കെ, ഇനി നമുക്കൊരു സോഫയും കൂടി ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓ, അതൊരു നല്ല ഐഡിയ അല്ലേ? വാതിലിന് പകരം ഞാൻ ഇവിടെ ഒരു സോഫ വെച്ച് കഴിഞ്ഞാല് ഇതിൽ കൂടെ ആൾക്കാർ വരൂല. മനസ്സിലായില്ലേ? യോ ബ്രോ, അതൊരു ഐഡിയ ഇല്ലേ? അത് പൊളിച്ച് വാതിൽ തുറക്കും ഡിസൈൻ. എടാ, ഇതില് ലോക്ക് പിക്ക് സെറ്റ് ആക്കണോ കൂടിയാണ് എനിക്ക് മനസ്സിലാവണടാ. എടാ, എന്തോ കാട്ടി ഞാൻ വാതിൽ തുറന്നു. പടച്ചോനറിയാം എന്താ കാട്ടിയെന്നുള്ളത്. ഓ ബ്രദർ, ഇവിടെയൊക്കെ പള്ള നിറച്ച സാധനങ്ങളും ഉണ്ട്. ഓ, മെഡിക്കൽ ഷോപ്പാണോ ഇത്? പടച്ചോനെ, ഫുൾ മെഡിക്കൽ സാധനങ്ങൾ ഇവിടെ ഉണ്ടടാ. യോ ബ്രോ, ഗണ്ണ്. എന്റെ മോനെ, ഇത് വിടക്കട്ടെ. ഈ മാസ്ക് എടുത്തിടുക. ഇതിന്റെ ഉള്ളിൽ ഗണ്ണുണ്ട് മച്ചാനെ.
ലെറ്റ്സ് ഗോ ഗൈസ്. ഗണ്ണ് നമുക്ക് ഇവിടെ എക്യൂപ്പ് ചെയ്ത് വെക്കാം. അതേപോലെ ഇതിന്റെ ഉണ്ടോ ഇതിലെങ്ങനെ ഉണ്ടത്? മോനെ ഗൈസ്, ഇനി കളി മാറും. ഇനി നോക്കട്ടെ ട്ടോ, നമുക്ക് ഈ ഗണ്ണ് എങ്ങനെ ഉണ്ടെന്ന് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഗണ്ണ് കിട്ടി, അത് പൊളിച്ചു. വാ 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 വാ. എവിടെ? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരുമല്ലോ ഓരോ കുതിരാള്. വരിക്ക് ചോറിനിട്ട മാതിരി. ഇപ്പൊ ഒരാളും കാണില്ലല്ലോ. എന്നാ മച്ചാനെ ചത്തിരത് ഓടി വന്നേ. യോ ബ്രോ, അത് മാത്രല്ല സൗണ്ട് കേട്ടിട്ട് സോംബീസ് വരൂലേ? ഓക്കെ, ഹെഡ് ഷോട്ട്. ലെറ്റ്സ് ഗോ. അയ്യോ ഉണ്ടോ അപ്പാ, അടിക്കട്ടെ. കളി. ഓ ശരിയാടാ, ഉണ്ടെങ്ങനെ ഇതില് ലോഡാക്കുക. അയ്യോ, എവിടെങ്കിലും പോയി ഒളിച്ചിക്ക്. അയ്യോ പടി. അയ്യോ ഇതാക്കണ പേര് കുതിരാള്. എടാ ഇവിടെ നിക്കടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മതി എന്ന് പ്രതീക്ഷിക്കണേ. ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് വേണമെങ്കിൽ, ഇതിന്റെ സീരീസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ ബൈ. ഇങ്ങോട്ട് മാറിക്കിട കുപ്പായക്കാരാ. അത്രേ ഉള്ളൂ, മാങ്ങാണ്ടി.